പാപത്തിനൾക്ക് അടിമകളായി ഈ പാപത്തിന് അടിമകളായി ജീവിച്ചിരുന്ന നിങ്ങൾക്ക് മാറ്റം തന്നെ സുവിശേഷത്തിന്റെ മാറ്റമില്ലാത്ത വഴി ഈ ദേശത്തോട് വിളിച്ചു പറയുന്നില്ല. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും മദ്യപാനിയായിരിക്കുന്ന പിതാവിനെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മദ്യപാനിയായിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ, അമ്മയപ്പന്മാരുണ്ടെങ്കിൽ, അവർ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായി ലോകത്തിന്റെ പിന്നാലെ പോകുന്നവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്തുവാൻ ഡീഅഡിക്ഷൻ സെന്ററുകൾക്ക് കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ ഒരു വിമോചന രക്ഷയുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ 2025 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിന്റെ മണ്ണിൽ പൂജാതരാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ എല്ലാവരും രക്ഷയുണ്ടാകത്തില്ല. വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട് ഏക സത്യവിത്തരമാകുന്ന യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ ഒരു രക്ഷാമാർഗമില്ല. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ പ്രിയരെ കേട്ടുകേൾവിയിലൂടെ ഉണ്ടായതല്ല. ഞങ്ങൾ തൊട്ട്